മഴ തോരും മുൻപേടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റീത്താമ്മച്ചിയുടെയും മകനുമായിട്ടുള്ള ഒരു ചെറിയ അങ്കംവെട്ടിന് ശേഷം തിരിച്ച് എൽസാമ്മയുടെ മുമ്പിലേക്ക് എത്തിരിക്കുകയാണ് ടോജോയും ടാനിയയും ടെൽസയും. എന്നാൽ അവർ വളരെ പേടിച്ചാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. എൽസാമ്മ എങ്ങനെയായിരിക്കും തന്നോട് പ്രതികരിക്കുക എന്ന നല്ല പേടി അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയാണ് എൽസാമ്മ പ്രതികരിച്ചത്. അവരാരെയും വഴക്ക് പറയുന്നില്ല. എന്നാൽ വെല്ലിപ്പച്ചനോടും അലീനയോടും മറുത്ത് ഒരക്ഷരം പോലും അവർ ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. അവരുടെ മക്കളോട് കയറി അകത്തേക്ക് പോവാൻ ആവശ്യപ്പെട്ടു. അല്ലാതെ റീത്താമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്നോ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നോ ഒന്നും തന്നെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നില്ല. മുറിയിലേക്ക് കയറി പോകൂ, നിങ്ങളോട് അല്പം എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് വളരെ സൗമ്യമായ രീതിയിലാണ് സംസാരിച്ചത്. ഇത് കേട്ടതും കുട്ടികൾക്ക് വളരെ സന്തോഷം തോന്നി. എന്നാലും ടോജോയ്ക്ക് മനസ്സിന് ചെറിയൊരു പേടി തോന്നിയതാനും. എന്താണാവോ അന്വേഷിക്കാനും ചോദിക്കാനും അമ്മച്ചി വരുന്നതെന്ന്. അവർ വെല്ലിപ്പച്ചനെയും അലീനയുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് മുകളിലേക്ക് കയറി പോവാണ്. അവർ അലീനയെ നോക്കിയപ്പോൾ അലീന കണ്ണുകൊണ്ട് കാണിക്കുകയും ചെയ്തു, ഒന്നും ഉണ്ടാവില്ല എന്നൊരർത്ഥത്തിൽ തന്നെ. അവർ മുകളിലെ മുറിയിലേക്ക് പോയതിൻ്റെ പിന്നാലെ തന്നെ എൽസാമ്മച്ചിയും അവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. താഴെ അലീനയും വെല്ലിപ്പച്ചനും സോഫയിൽ തന്നെ ഇരിക്കുകയാണ്. സോഫയിലിരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് അലീന പറയുകയാണ്, എവിടെ ചെന്നാലും ഈ പിഴച്ചവളെന്നും പിഴച്ചു പെറ്റവളെന്നുമൊക്കെയുള്ള വാക്ക് എന്നെ വിട്ട് പോവത്തില്ല അല്ലേ വെല്ലിപ്പച്ച? ഇനിയിപ്പോൾ എന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാവുമോ ഞാൻ കേൾക്കാൻ പോകുന്നത് എന്നുകൂടി അലീന ചോദിക്കുകയാണ്. വെല്ലിപ്പച്ചന് ആ ചോദ്യം നന്നേ വിഷമം തോന്നിയെങ്കിലും വെല്ലിപ്പച്ചൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചോദിക്കാത്ത വീട്ടിലേക്ക് തന്നെ നിന്നെ ഞങ്ങൾ കെട്ടിച്ചയക്കത്തുള്ളൂ. നീ കൊളത്തൂപ്പുഴയിലെ പ്രിൻസസ് അല്ലേ, ആ കാര്യത്തിൽ നീ എന്തായാലും പേടിക്കാൻ നിൽക്കണ്ടെന്ന് വെല്ലിപ്പച്ചൻ തമാശയ്ക്ക് പറയാണ്. അത് കഴിഞ്ഞ് വെല്ലിപ്പച്ചൻ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, അല്ല നീയല്ലേ പറഞ്ഞത് നീ ഇനി ആരെയും കെട്ടുന്നില്ലെന്നോ, നീ എന്തോ സന്യാസത്തിന് പോവുകയാണെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇത് കേട്ട അലീന വെല്ലിപ്പച്ചനോട് പറയാണ്, എനിക്കറിയായിരുന്നു വെല്ലിപ്പച്ചൻ ഇത് തന്നെ പറയുമെന്ന്, അതുകൊണ്ടാണല്ലോ ഞാൻ എടുത്തു ചോദിച്ചത്. വെല്ലിപ്പച്ചൻ്റെ മറുപടി എന്താണെന്നറിയാൻ. വെല്ലിപ്പച്ചനോട് അലീന പറയുന്നുണ്ട്, അല്ല വെല്ലിപ്പച്ച, ഞാനിങ്ങനെ പിഴച്ചുണ്ടായ ഒരു സന്തതിയാണെന്ന് അറിഞ്ഞിരുന്നു കൊണ്ട് ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നാൽ അവർക്ക് വേണമെങ്കിൽ എന്നെ അങ്ങ് കെട്ടിച്ചു കൊടുത്തോട്ടോ. ഈ പറയുന്ന സ്റ്റാൻലി ജോസഫിന് ഞാനൊരു തലവേദനയായിട്ട് എത്ര കാലം എന്ന് വെച്ചിട്ടാ ആ കൊട്ടാരത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി കഴിയുക, വേണമെങ്കിൽ മതി എന്നുകൂടി അലീന പറയുമ്പോൾ വെല്ലിപ്പച്ചൻ പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല. ആ വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേക്കാൻ മുന്നേ കൂട്ടി നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നിൻ്റെ ആ കാര്യത്തിൽ മാത്രം ഈ വെല്ലിപ്പച്ചൻ സപ്പോർട്ട് ചെയ്യില്ല മോളെ എന്നുകൂടി അലീനയുടെ മനസ്സ് കണ്ടുകൊണ്ട് തന്നെ അലീനയുടെ മനസ്സിലിരിപ്പും അലീന എന്താ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി വെല്ലിപ്പച്ചൻ തക്കതായ മറുപടി നൽകുന്നുണ്ട്. അലീനയ്ക്കും ഒരു ചെറിയ കുസൃതിച്ചിരി തന്നെയാണ് കേട്ടോ മുഖത്ത് വന്നത്. ഇതേ സമയം മുകളിലേക്ക് കയറിപ്പോയ അമ്മച്ചിയുടെയും മക്കളുടെയും സംഭാഷണം അത് മറ്റൊന്നും ആയിരുന്നില്ല. വളരെ സ്നേഹപൂർവ്വം അവരെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. ഒരു കാലത്ത് നമുക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന അപ്പച്ചനോ ഇപ്പോൾ ഇന്നലെ പൊട്ടിമുളച്ചു വന്ന ഈ സഹോദരിയോ ഇരിക്കുന്ന മൂത്ത് നിരച്ചിരിക്കുന്ന ആ വെല്ലിപ്പച്ചനോ ആരും തന്നെ. നിങ്ങളിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ചെന്ന് കിടന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കിയ ആ സ്ത്രീ തന്നെ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഒരു സമയത്ത് ടോജോയ്ക്ക് ശ്വാസം മുട്ടും പനിയും വല്ലാതെ കൂടുതലായി കിടക്കുന്ന സമയത്ത് ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം ഞാൻ ഈ വീട്ടിലും അന്ന് ടോജോയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ ഉണ്ടായത് നീ എന്ന് പോയി ചീത്ത പറഞ്ഞു പോന്ന ആ റീത്താമ്മച്ചി തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എൽസാമ്മ. അവരെത്രത്തോളം സഹായമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതെന്ന്. എൽസാമ്മയ്ക്ക് കാര്യം മനസ്സിലായി, ഇവരെ ചീത്ത പറഞ്ഞ് ഒന്നിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് എൽസാമ്മച്ചി ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത്. എൽസാമ്മച്ചി മുഴുവനായി പറയട്ടെ എന്ന് കരുതി തന്നെ ടോജോയും ടാനിയയും ടെൽസയും
തൻ്റെ അമ്മച്ചിയുടെ വാക്കുകൾ വളരെയേറെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. നിൻ്റെ പപ്പയും അപ്പുറത്തിരിക്കുന്ന നിൻ്റെ പപ്പയുടെ അപ്പച്ചനടക്കം എല്ലാവരും എന്നെയും എൻ്റെ മക്കളെയും ദ്രോഹിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകുന്നത്. ഇതൊക്കെ ഒരുപാട് വട്ടം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് തന്നെയാണ്. വീണ്ടും എനിക്കിതൊക്കെ പറയേണ്ടി വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളതൊക്കെ ഇപ്പം മറന്നു തുടങ്ങുന്നു. കാരണം ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹമൊന്നും നാളെയും ഉണ്ടാവണമെന്നില്ല. ഇവരുടെ പല സ്നേഹങ്ങളും ഈ അമ്മച്ചി കണ്ടിട്ടുള്ളതാണ് മക്കളെ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇവരുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ നിങ്ങൾ വീണു പോവരുത്. ഇതൊക്കെ കാപ്പട്യങ്ങൾ മാത്രമാണെന്ന്. ഇത് കേൾക്കുന്ന ടോജോ ചോദിക്കുന്നുണ്ട്, ശരി അമ്മച്ചി പറയുന്നതൊക്കെ ഞങ്ങൾ സമ്മതിച്ച് തന്നേക്കാം. എന്നാൽ അമ്മച്ചി ഒരു സംശയം ചോദിച്ചോട്ടെ. ഒരു കാലത്ത് അമ്മച്ചി അവർ ദ്രോഹിച്ചിട്ടുണ്ടാവാം എന്ന് കരുതി അമ്മച്ചിക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെ വിളിച്ച് കൂവി നടന്ന് ഈ ജന്മം തീർക്കാനാണോ അമ്മച്ചി ഉദ്ദേശിച്ചിരിക്കുന്നത്? ടോജോയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ എൽസാമയ്ക്ക് ഒരു നിമിഷം ഒന്ന് പതറി നിൽക്കാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം താൻ പറഞ്ഞതിൽ പകുതി മുക്കാലും നുണയാണെന്ന് എൽസാമച്ചിക്ക് തന്നെ അറിയാം. എൽസാമച്ചിയുടെ വാക്കുകൾ അംഗീകരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നൊരു പരാതി മാത്രമായിരുന്നു എൽസാമച്ചിക്ക് തൻ്റെ ഹസ്ബൻഡിൻ്റെ നേരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാൻലി ജോസഫിനെ ഉപേക്ഷിച്ച് മക്കളുമൊത്ത് അവർ ആ വീട്ട് വിട്ട് ഇറങ്ങിപ്പോകുന്നതും. ഇന്ന് ഇത്രയും ക്രൂരതകൾ തൻ്റെ സഹോദരി കാണിച്ചിട്ടും അവരോട് കൂറുപുലർത്തി നിലനിന്നു പോകുന്നതും ഒരു കാലത്ത് സ്റ്റാൻലിയോടുണ്ടായിരുന്ന പക കൊണ്ട് തന്നെയാണ്. ഇത്രയും ചോദ്യങ്ങളും പറച്ചിലും അമ്മച്ചിയും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു സംശയം കൂടി എൽസാമ്മ ചോദിക്കുകയാണ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ചേച്ചിയുടെയും അപ്പച്ചൻ്റെയും കൂടെ എവിടെയാണ് പോയത്? പള്ളിയിലേക്കാണ് പോയതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കത്തില്ല. നിങ്ങൾ എവിടേക്കാണ് പോയത് എന്നുകൂടി ചോദിക്കുന്നുണ്ട്. ടോജോ പറയാണ്, ഇത്രയൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്ത അമ്മച്ചിയുടെ അടുത്ത് ഇനി കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കണമെന്ന് ഞാനും വിചാരിക്കുന്നില്ല. അമ്മച്ചി, ഞങ്ങൾ പോയത് വേറെ എവിടേക്കുമല്ല, ഞങ്ങളുടെ അപ്പച്ചൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അപ്പച്ചനെ കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നി. അതുകൊണ്ട് തന്നെ അപ്പച്ചനോട് കഴിഞ്ഞ ദിവസം ഫോണിലൂടെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അപ്പച്ചനെ ഞങ്ങളെ കാണണമെന്നും സംസാരിക്കണമെന്നും അപ്പച്ചനും പറഞ്ഞു. ഇന്ന് പോയി അപ്പച്ചനെ കണ്ടു, സംസാരിച്ചു. അപ്പച്ചനുമൊത്ത് ഒരു ഔട്ടിങ്ങിന് പോകാൻ നിൽക്കുന്ന സമയത്താണ് അപ്പച്ചൻ ഞങ്ങളോടായി പറഞ്ഞത് അമ്മച്ചി അവിടെ ഇരുന്ന് വിഷമിക്കും, അമ്മച്ചിയോട് വിളിച്ച് അല്പം വൈകുമെന്നുകൂടി പറയണമെന്ന്. ഇതേ സമയത്താണ് ഇവിടെ റീത്താമ്മച്ചി അമ്മച്ചിക്ക് നേരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു പോക്ക് ക്യാൻസൽ ചെയ്ത് ഞങ്ങളിങ്ങ് പോരുക ചെയ്തതെന്ന് കൂടി പറയുമ്പോൾ എൽസാമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരാണ്. എൽസാമ്മച്ചി രണ്ടിടി തൻ്റെ തലയ്ക്ക് തന്നെ ഇടിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്രയും നേരം നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഇനി ഞാൻ വേണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്ത് ചാവാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളിക്കാരി അങ്ങ് വയലൻ്റ് ആവാൻ നോക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരുപാട് പരാക്രമങ്ങൾ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തു മരിക്കും, ഇങ്ങനെ ചെയ്തു മരിക്കുമെന്നൊക്കെ. ടോജോ ഒരല്പം ധൈര്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങ് മരിച്ചേക്കാം അമ്മച്ചി, അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? മരിക്കാൻ മാത്രം അമ്മച്ചിക്ക് ഇവിടെ ഒരു ദ്രോഹവും മക്കളായ ഞങ്ങൾ ചെയ്തിട്ടില്ല. മക്കൾ അപ്പച്ചനെ സ്നേഹിക്കുന്നതാണ് ഒരമ്മച്ചിക്കുണ്ടായ ദുഃഖമെങ്കിൽ അങ്ങനെ ഒരമ്മച്ചി മരിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് മുഖത്തടിച്ച പോലെ ടോജോയുടെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി എൽസാമ്മച്ചിക്ക്. എന്നാൽ മുകളിലെ വർത്താനവും ശബ്ദത്തിൻ്റെ കാഠിന്യമൊക്കെ താഴേക്ക് കേട്ടപ്പോൾ തന്നെ വല്യപ്പച്ചനും അലീനയും മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. അലീന പുറത്ത് നിന്ന് തന്നെ ടോജോയുടെ സംസാരം അല്പം കൂടിപ്പോയെന്ന് അലീനയ്ക്ക് തോന്നിയിരുന്നു. അലീന അകത്തേക്ക് കയറി വന്ന് കൈ നീട്ടി ടോജോയുടെ മുഖത്തിട്ട് ഒരടി എന്നിട്ട് ടോജോയോടായി അലീന ചോദിച്ചു, അമ്മച്ചിയുടെ വിഷമത്തിന് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങനെയാണോടാ അമ്മച്ചിയോട് സംസാരിക്കേണ്ടതെന്ന്. അലീന അടിച്ചതിൽ അവന് വിഷമൊന്നും തോന്നിയില്ല, ദേഷ്യവും വന്നില്ല. തൻ്റെ ചേച്ചിയാണ്, അതിൽ കുഴപ്പമില്ല. പക്ഷേ ചേച്ചിയോടായി അവൻ ചോദിക്കുന്നുണ്ട്, ചേച്ചിയപ്പോൾ അമ്മച്ചി പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ?
ഞങ്ങളുടെ അപ്പച്ചനെ കാണാൻ പോയത് തെറ്റായിപ്പോയെന്ന്. അതുകൊണ്ടാണെന്ന് അമ്മച്ചി മരിക്കാൻ പോകുന്നത്. അതിൽ ചേച്ചിക്കൊന്നും പറയാനില്ലേ? ഇങ്ങനെ പറയുന്ന ഒരു അമ്മച്ചിയോട് ഒരു മകനായ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അയ്യോ അമ്മച്ചി, അങ്ങനെയൊന്നും ചെയ്യരുത്. ഞങ്ങളിനി അപ്പച്ചനെ കാണില്ല, സംസാരിക്കില്ല, സ്നേഹിക്കില്ല. അങ്ങനെയായിരുന്നോ ഞാൻ പറയേണ്ടിയിരുന്നതെന്ന് ടോജോ അലീനയോട് ചോദിക്കുന്നുണ്ട്. അലീന അപ്പോൾ പറയുകയാണ്, ശരിയാണ്, നീ പറഞ്ഞത് വളരെ ന്യായമായ കാര്യം തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ടോജോ, ഇങ്ങനെയാണോ മറുപടി നൽകേണ്ടിയിരുന്നത്? നിനക്ക് പറയാമല്ലോ, ഞങ്ങളെ ജനിപ്പിച്ച ഞങ്ങളുടെ അപ്പച്ചനെ കാണാൻ പോകുന്നത് ഒരു തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതിന് അമ്മച്ചി മരിക്കാനല്ല നിൽക്കേണ്ടത്. ഞങ്ങൾ അമ്മച്ചിയെ തള്ളിക്കളഞ്ഞിട്ടില്ല. അമ്മച്ചി വരാതെ ഞങ്ങൾ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോകുന്നുമില്ല. അമ്മച്ചിയുമായിട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു മക്കൾ അമ്മച്ചിയെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പിരിഞ്ഞു നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും ഒന്നിപ്പിക്കേണ്ടതെന്നൊക്കെ അലീന പറയുന്നുണ്ട്. ടാനിയയ്ക്കും ഡെൽസയ്ക്കും വളരെ ഒരു ഷോക്കായ പോലെയാണ് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. എന്നാൽ അലീനയുടെ മുമ്പിൽ വന്ന് നിന്ന് അവളുടെ ഷോൾഡറിനിങ്ങനെ തള്ളിപ്പിടിച്ചിട്ട് എൽസാമ്മ പറയുന്നുണ്ട്, മതിയടി മതി, നിൻ്റെ നാടകം. എന്നെയും എൻ്റെ മക്കളെയും തെറ്റിച്ച് എൻ്റെ മക്കളെ എനിക്ക് നേരെ തിരിച്ചു വിട്ടപ്പോൾ നിനക്ക് എല്ലാ അർത്ഥത്തിലും സമാധാനമായി കാണുമല്ലോ. എന്നിട്ടിപ്പോൾ ആരെ കാണിക്കാനാണ് ഈ നാടകം എന്നും കൂടി എൽസാമ്മച്ചി ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആരെന്ത് പറഞ്ഞാലും ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങൾ അല്പം മുമ്പ് ഈ കുട്ടികളോട് പറയുന്നത് കേട്ടു, നിങ്ങളെ ആ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് പീഡിപ്പിച്ചിരുന്നാണെന്ന്. ആരാണ് ഈ എല്ലാവരും കൂടി? അതും കൂടി ഒന്ന് പറയണം. എന്തായിരുന്നു ആ പീഡനങ്ങൾ? അതുകൂടി പറയണം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ വീട്ടിൽ വന്ന് കയറുന്ന കാലത്ത് ഈ പറയുന്ന നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയടക്കം എല്ലാവരും നിങ്ങളെ ഇട്ട് പീഡിപ്പിച്ചിരുന്നാണെന്ന്. ആ അമ്മയെ നിങ്ങൾ ജീവനോടുകൂടി കണ്ടിട്ടുണ്ടോ? എൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ നിങ്ങൾ വരുന്നതിന് 1-2 കൊല്ലം മുൻപേ ആ അമ്മച്ചി മരണപ്പെട്ടിരുന്നു. പിന്നെ നിങ്ങൾ വന്നതിന് ശേഷം അനിയന്മാരുടെ വിവാഹം കഴിഞ്ഞു. നിങ്ങളും അനിയന്മാരുടെ ഭാര്യമാരും തമ്മിൽ വളരെ നല്ല സ്നേഹത്തിൽ തന്നെയല്ലേ മുന്നോട്ട് പോയിരുന്നത്? പിന്നെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ റീത്താമ്മച്ചയ്ക്ക് ഉള്ളിലൊരു കോംപ്ലക്സ്. നിങ്ങൾ അവിടുത്തേതായി മാറുന്നു. അവിടുത്തെ സ്വത്തും പണവും നിങ്ങളുടേതായി കൂടി മാറുന്നു. നിങ്ങളും നിങ്ങളുടെ മക്കളും ആ സ്വത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. നിങ്ങൾക്ക് മാത്രം എല്ലാം കിട്ടുന്നു. ഇത്തരത്തിലുള്ള കോംപ്ലക്സുകളൊക്കെ കൂടിയപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും നിങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഈ പറയുന്ന റീത്താമ്മച്ചി ആദ്യം തുടങ്ങി. അതിനായി അവർ നിങ്ങളോട് ഓരോ ദുഷിപ്പുകൾ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. എല്ലാവരും കൂടി ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാവില്ലെന്നും നിങ്ങളുടെ ഭാര്യ ഭർത്താവ് മക്കളുമായിട്ടുള്ള ഒത്തൊരുമ കുറയുമെന്നും ഒരുപാട് കാലം എല്ലാവരും ഒത്ത് ജീവിക്കുമ്പോൾ അവരുമായിട്ട് തെറ്റിപ്പിരിയേണ്ടി വരുമെന്നൊക്കെ. ശുദ്ധമനസ്കയായ നിങ്ങൾ അത് വിശ്വസിച്ചു. അനിയൻ്റെ ഭാര്യമാരുമൊത്ത് എന്നും സ്നേഹത്തോടു കൂടി കഴിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അവരോട് ഒരു കാലത്തും വഴക്കിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങരുതെന്നുള്ള നിങ്ങളുടെ നല്ല മനസ്സ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ വീട്ടിൽ നിന്നും കൊളത്തൂപ്പുഴയിലേക്ക് നിങ്ങൾ താമസം മാറി. അതുവരെയും നല്ലത് തന്നെ. എന്നാൽ അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട റീത്താമ്മച്ചി അടുത്ത പ്ലാൻ ഇടാൻ തുടങ്ങി. നിങ്ങളെയും നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും തമ്മിൽ അത്യാവശ്യം അകലം പാലിച്ച് നിർത്തണം അത്രേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ലെന്ന് വീണ്ടും പറയാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അനിയൻ്റെ ഭാര്യമാരെ ഒരു കയ്യകലത്തിൽ നിർത്താനും ആ വീട്ടിലേക്ക് നിങ്ങൾ അധികം പ്രവേശിക്കാതിരിക്കാനും തുടങ്ങി. ഇതുവരെ സത്യം തന്നെയല്ലേ? നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ മറുത്ത് എന്ന് അലീന ഇടയ്ക്ക് എൽസമ്മയോടുകൂടി ചോദിക്കുന്നുണ്ട്. എൽസമ്മയ്ക്ക് മറുത്തൊന്നും തന്നെ പറയാനില്ല. ഇതോടെ കുട്ടികൾക്ക് മൂന്നാൾക്കും ഒരു കാര്യം മനസ്സിലായി, ചേച്ചി പറയുന്നതൊക്കെ തന്നെയാണ് സത്യമെന്ന്. അലീന തുടർന്നു, കഴിഞ്ഞില്ല, ഇവിടം കൊണ്ടും തീർന്നില്ല. അവരെ തമ്മിൽ അകറ്റിയതിന് ശേഷം നിങ്ങളുടെ സഹോദരിയുടെ അവസാന തന്ത്രം ഭാര്യയെയും ഭർത്താവിനെയും രണ്ട് വഴിക്കാക്കുക, ഭാര്യയെയും മക്കളെയും അവരുടെ കൈവശത്തേക്ക് കൊണ്ടു ചെല്ലുക. അതിനുശേഷം ഈ സ്റ്റാൻലി ജോസഫിൻ്റെ സ്വത്തുക്കളിൽ പകുതിയും മുക്കാലും അനിയത്തിക്കും മക്കൾക്കും എന്ന രീതിയിൽ തൻ്റേതു കൂടിയാക്കി മാറ്റുക.
സക്സസ്. അവരുദ്ദേശിച്ച കാര്യം അതിമനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോഴും നടക്കുന്നു. ഇന്ന് വരെ, അല്ലെങ്കിൽ പോട്ടെ ഇന്നലെ വരെയും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നടക്കില്ല. നിങ്ങൾക്കെന്നല്ല, നിങ്ങളുടെ അനുജത്തിക്ക് പോലും 10 പൈസൻ്റെ പപ്പയുടെ കയ്യിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല. എൽസാമ്മച്ചി അതിശയത്തോടു കൂടി അലീനയുടെ മുഖത്ത് നോക്കുന്നുണ്ട്, വളരെ രൂക്ഷമായ ഒരു ഭാവത്തോടും. അലീനയോട് ചോദിക്കുകയാണ് അവർ, അല്ല, ഇത്രയും കാലം നിൻ്റെ അപ്പച്ചൻ്റെ സ്വത്തുക്കളാണോ ഞാനും എൻ്റെ മക്കളും തിന്നും കുടിച്ചും ജീവിച്ചിരുന്നത്? ആണോടി എന്ന് ചോദിക്കുമ്പോൾ അലീന തൻ്റെ ബാഗിരിക്കുന്ന സെൽഫിനരികിലേക്ക് നടക്കുന്നുണ്ട്. ബാഗിൽ നിന്നും ഒരു ഫയൽ അവൾ വലിച്ചെടുക്കുന്നുണ്ട്. എൽസാമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഫയൽ അവൾ കയ്യിൽ തന്നെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് എൽസാമ്മയോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാസം എത്ര തുകയാണ് നിങ്ങളുടെ ജ്യേഷ്ഠത്തി തന്നുകൊണ്ടിരുന്നതെന്ന്. എനിക്കെൻ്റെ ചേച്ചി ചെയ്തതിൻ്റെ കണക്കൊന്നും എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവൾക്ക് കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒട്ട് കാണിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മുഖത്തടിച്ച പോലെ എൽസാമ്മ പറയുന്നുണ്ട്. എന്നാൽ അലീന പറയുകയാണ്, എങ്കിൽ അതിന് എൻ്റെ കയ്യിൽ കണക്കില്ല. പക്ഷേ എൻ്റെ പപ്പ നിങ്ങളുടെ സഹോദരിക്ക് അയച്ചു കൊടുത്ത എമൗണ്ടിന് കണക്കുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾ അവസാനമായി ഈ 3 കുഞ്ഞുങ്ങളുമായിട്ട് സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന എൻ്റെ പപ്പയുടെ വീട്ടിൽ നിന്നും, അല്ലെങ്കിൽ ഞങ്ങളുടെ പപ്പയുടെ അടുത്ത് നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്തിൻ്റെ പേരിലായിരുന്നു? അതുകൂടി നിങ്ങൾക്ക് ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എൽസമ്മ തല താഴ്ത്തി നിന്നതല്ലാതെ അവർ മറുത്തൊന്നും പറയുന്നില്ല. അലീന അല്പസമയം നിശബ്ദമായി. വല്യപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വല്യപ്പച്ചൻ കണ്ണടച്ച് കാണിച്ചു. വല്യപ്പച്ചൻ്റെയും അലീനയുടെയും ഭാവങ്ങളെല്ലാം, അതേപോലെ തൻ്റെ അമ്മച്ചിയുടെയും മുഖഭാവത്ത് വരുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഈ 3 പേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അലീന എൽസാമ്മച്ചിയോടായി ചോദിക്കുകയാണ്, ശരി, സമ്മതിച്ച് തന്നിരിക്കുന്നു. പറയുന്നില്ല, വേണ്ട, ഞാനത് വിട്ട് തന്നിരിക്കുന്നു. ഈ ഫയലൊന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യിക്കാമോ? വർഷങ്ങളായിട്ട് നിങ്ങളുടെ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൽ. നിങ്ങളുടെ ചേച്ചിക്ക് നിങ്ങൾ ഈ വീട്ടിൽ വന്ന് കയറുന്ന കാലത്ത്, അല്ല, നിങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് കയറുന്ന കാലത്ത് ആ വീട് എങ്ങനെയുള്ളതായിരുന്നു? 1-2 വർഷത്തിനുള്ളിൽ ഒരു പുതിയ സ്ഥലം മേടിക്കുകയും ആ സ്ഥലത്തിൽ 2 വീടുകൾ പണിതുയർത്താൻ മാത്രം നിങ്ങളുടെ ചേച്ചിയുടെ കയ്യിൽ എവിടെ നിന്നാണ് പണമെന്ന് ചിന്തിക്കാനുള്ളൊരു അത്യാവശ്യം ഒരു ബുദ്ധി നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ വരെ കാര്യങ്ങൾ വലിച്ചു നീളില്ലായിരുന്നു. റോഡരികിൽ ഈ കണ്ണത്തായ സ്ഥലം, അതിന് പുറമെ 2000 സ്ക്വയർ ഫീറ്റും 2300 സ്ക്വയർ ഫീറ്റും വരുന്ന 2 വീടുകൾ. കൊള്ളാം എൽസാമ്മച്ചി, നിങ്ങളുടെ ബുദ്ധിയുണ്ടല്ലോ, ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഇലക്ട്രിക് ഷോപ്പായിരുന്നു നിങ്ങളുടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ സ്വത്തായിട്ടുണ്ടായിരുന്നത്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു ദിവസം അതും പുതുക്കി പണിതു, അല്ലേ? വളരെ വിപുലമായൊരു ഷോറൂമാക്കി മാറ്റി. ഇതൊക്കെ എവിടെ നിന്ന്? ലോട്ടറി അടിച്ചോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചേച്ചിയോട് ഇതൊക്കെ എവിടെ നിന്നാണെന്ന്? ഇല്ല, ചോദിക്കില്ല. എനിക്കറിയാം. ഞാനിതൊക്കെ നിങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചിരുന്നിരുന്നത് തന്നെയാണ്. ഇന്നിപ്പോൾ നിങ്ങളായിട്ട് അതിനൊക്കെ ഒരു അവസരം വെച്ച് തന്നു എന്നുകൂടി അലീന പറയാണ്. ഒരുപാട് സമയം അലീന സംസാരിച്ചിട്ടും എൽസാമ്മച്ചിക്ക് അലീനയ്ക്ക് മുമ്പിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ എൽസാമ്മച്ചി അലീനയുടെ കയ്യിൽ നിന്നും ആ ഫയൽ തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. ടോജോയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ടോജോ പറയാണ്, എനിക്ക് വേണ്ട, ഞാനിതൊക്കെ വായിച്ച് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാനെന്നല്ല, ഇവർ 2 പേരും. അമ്മച്ചിക്ക് ഇനി വിശ്വാസം വന്നില്ലെങ്കിൽ അമ്മച്ചിക്ക് താനെ ഇരുന്ന് എപ്പോഴെങ്കിലും ഇരുന്ന് കണക്ക് കൂട്ടാം. കാൽക്കുലേറ്റർ ആ സെൽഫിൽ എവിടെയെങ്കിലും കാണും. അതല്ല, അമ്മച്ചിക്ക് അതിനും കഴിയുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടും കണക്ക് കൂട്ടിച്ചാലും മതി.
അപ്പോഴും അമ്മച്ചിക്ക് സമാധാനം കിട്ടും. ഞങ്ങളെ ഹരിയുമാണല്ലോ അമ്മച്ചിക്ക് വിശ്വാസമില്ലാത്തത്. അമ്മച്ചി സ്വയം ഇതൊക്കെ വിശ്വസിക്കുന്ന കാലം വരുമ്പോഴേക്കും കാലം ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവും. അമ്മച്ചിക്ക് തിരിഞ്ഞു നോക്കാൻ ഒരല്പം പോലും ബാക്കിയില്ലാത്തൊരവസ്ഥ. ഞങ്ങൾക്കറിയാം അമ്മച്ചിയെ എങ്ങനെയാണ് ഞങ്ങളുടെ പപ്പയുടെ വീട്ടിലേക്ക് എത്തിക്കേണ്ടതെന്ന്. നാളെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ 1-2 ആഴ്ച, കൂടിപ്പോയാൽ മാത്രം 2 ആഴ്ച, അത് കഴിയുമ്പോൾ അമ്മച്ചി ഞങ്ങളുടെ പപ്പയുടെ വീട് കടന്ന് വരിക തന്നെ ചെയ്യും. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ സാധിക്കില്ല അമ്മച്ചി. ഇത്രയും കാലം അമ്മച്ചിയുടെ ചൂട് പറ്റി കഴിഞ്ഞുകൂടിപ്പോയ ഞങ്ങൾക്ക് 3 പേർക്കും അമ്മച്ചിയില്ലാതെ കഴിയത്തില്ല എന്നും കൂടി പറഞ്ഞുകൊണ്ട് ടോജോയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറയാൻ തുടങ്ങി. ടോജോ അപ്പുറത്തെ മുറിയിലേക്ക് പോവുകയാണ്. ടെൽസയും ഡാനിയയും അമ്മച്ചിയുടെ അരികിലേക്ക് വന്നിട്ട് പറയാണ്, അമ്മച്ചി പറഞ്ഞതൊക്കെ ഞങ്ങൾക്കറിയാം അമ്മച്ചി. ഞങ്ങളും കണ്ടിട്ടുള്ളതാണല്ലോ ഞങ്ങളുടെ പപ്പയെ, വളരെ സ്ട്രിക്റ്റായ ഒരു പപ്പയെ. പക്ഷെ ചേച്ചി പറഞ്ഞപ്പോഴാണ് ആ പപ്പയെ മാറ്റിയെടുക്കാൻ അമ്മച്ചിക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളെ കൊണ്ട് അത് സാധിക്കാനായിട്ടുള്ള സമയം ഞങ്ങൾക്കൊട്ട് തന്നിട്ടുമില്ല. അമ്മച്ചി തന്നെ എല്ലാത്തിനും അങ്ങ് വിധി എഴുതി ഞങ്ങളുമായിട്ട് ആ പടി കടന്നിങ്ങ് പോന്നു. ഇത്രയും കാലം പപ്പ ഇല്ലാത്തവരെ പോലെ ഞങ്ങൾ ജീവിക്കേണ്ടി വന്നു. അമ്മച്ചിയെ കുറ്റപ്പെടുത്താണെന്ന് തോന്നരുത്. ഇതൊക്കെ അമ്മച്ചിയുടെ ഭാഗത്ത് വന്ന പിഴവുകൾ തന്നെയാണ്. അത് പറഞ്ഞ് ടെൽസയും ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അടുത്തത് ടാനിയ മാത്രമാണ്. അവൾ കണ്ണുകളൊക്കെ നിറഞ്ഞ് ആകെ വിഷമിച്ചൊരവസ്ഥയിലാണ്. എന്നാൽ അവളുടെ മുഖത്ത് നോക്കി തന്നെ എൽസമ്മ ചോദിക്കുന്നുണ്ട്, എന്തേ നീ മാത്രം മിണ്ടാതെ നിൽക്കുന്നു? എല്ലാവരും എന്നെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. എല്ലാവരും എല്ലാവരുടെ വഴിക്കും പോവുകയും ചെയ്തു. നിനക്കെന്നോടൊന്നും ചോദിക്കാനില്ലേ? ഉപദേശിക്കാനില്ലേ? കുറ്റപ്പെടുത്താനില്ലേ? ടെൽസ പറയാണ്, ഇല്ല അമ്മച്ചി, എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈ 10-16 വർഷം എൻ്റെ അമ്മച്ചിയെ കണ്ടതല്ലേ, എല്ലാവരെയും കണ്ടതാണ്. അമ്മച്ചിയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു അമ്മച്ചി മാത്രമായിരുന്നു. കാരണം അമ്മച്ചിയുടെ ലോകം റീത്താമ്മച്ചിയും മക്കളും ഞങ്ങളും മാത്രമാണ്. അതിനിടയിലേക്ക് മറ്റൊരാൾ വന്നാലോ എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ പപ്പ വന്നാൽ പോലും അമ്മച്ചി സ്വീകരിക്കില്ലെന്നും അല്ലെങ്കിൽ അംഗീകരിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം. അല്ല, എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് അവളും അങ്ങ് ഇറങ്ങിപ്പോയി. അലീന എൽസാമ്മച്ചിക്ക് അരികിൽ ചെന്നിട്ട് അവരുടെ ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അവരോടായി പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നൊരു സമയം വരും. അത് ടോജോ പറഞ്ഞ പോലെ വളരെ നീണ്ടു പോവരുത്. എല്ലാം കൈവിട്ടു പോയൊരവസ്ഥയിൽ നിങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് അതൊക്കെ ഉണ്ടായെന്ന് വരില്ല. ആരുമില്ലാത്തവളെ പോലെ ഇത്രയും ആളുകൾ എനിക്കുണ്ടായിട്ട്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, 6 സഹോദരങ്ങളാണ് കേട്ടോ എനിക്ക്. ഇവിടെ 3 ആൾ, അവിടെ 3 ആൾ. ഇത്രയൊക്കെ ആൾക്കാർ എനിക്കുണ്ടായിട്ടും ആരുമില്ലാത്തവളെ പോലെ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എൻ്റെ വാക്ക് ഒന്ന് നിങ്ങൾ സ്വീകരിക്കണം. ഇനി ഞാനാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി പിന്നീട് കാലത്ത് തോന്നുന്നതെങ്കിൽ അതില്ലാതാക്കാനും എനിക്കറിയാം. കാരണം ഞാനിവിടെ ആരെയും പ്രതീക്ഷിച്ചു വന്ന ഒരാളല്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ കണ്ട ഓരോ പ്രശ്നങ്ങൾ എന്നാൽ തീർത്ത് തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എന്നുകൂടി അലീന പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് കിടക്കാൻ നേരത്ത് എൽസാമ്മച്ചി അലീനയുടെ കൈകളിൽ കയറി പിടിക്കുന്നുണ്ട്. അലീന ഞെട്ടലോടുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അതെ, തൻ്റെ കൈകളിൽ കയറി പിടിച്ചത് എൽസാമ്മച്ചി തന്നെയായിരുന്നു. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.